ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 15 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ദേശീയ പുഷ്പം, ദേശീയ പക്ഷി, ദേശീയ വൃക്ഷം, ദേശീയ കായിക വിനോദം, ദേശീയ ജലജീവി, ദേശീയ പൈതൃക ജീവി തുടങ്ങിയ വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദേശീയ ഭാഷയെക്കുറിച്ചും ദേശീയ കലണ്ടറിനെക്കുറിച്ചും ദേശീയ ചിഹ്നത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം, ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ആവശ്യമുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൈഫ് ഈസ് PSC കോച്ചിങ് ചാനലിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് വഴി ചാനലിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട് ആ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ദേശീയ മൃഗമാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തേറ ടൈഗ്രീസ് എന്നാണ്. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് 1972 അപ്പോൾ 1972 ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് 1972 മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. അപ്പോൾ 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹമായിരുന്നു. ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കിയത് 1973 ഏപ്രിൽ 1 ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ്? 1973 ഏപ്രിൽ 1 ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കങ്കാരു ആണ്. ശ്രീലങ്കയുടെ ദേശീയ മൃഗം സിംഹമാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ മൃഗം കടുവയാണ്. സ്പെയിനിൻ്റെ ദേശീയ മൃഗം കാളയുമാണ്. അടുത്തത് നമ്മുടെ ദേശീയ പുഷ്പമാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. അപ്പോൾ നമ്മുടെ ദേശീയ പുഷ്പം എന്താണ്? താമരയാണ്. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നെലംബോ ന്യൂസിഫറ എന്നാണ്. നെലംബോ ന്യൂസിഫറ എന്നതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. ഭാരതീയ ജനതാ പാർട്ടി അതായത് BJPയുടെ ഔദ്യോഗിക ചിഹ്നം കൂടെയാണ് താമര. താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങൾ ഈജിപ്തും വിയറ്റ്നാമുമാണ്. താമര ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്തും വിയറ്റ്നാമുമാണ്. പാകിസ്ഥാൻ്റെ ദേശീയ പുഷ്പം മുല്ലയാണ്. ജപ്പാൻ്റെ ദേശീയ പുഷ്പം ക്രിസാന്തിമമാണ്. തായ്ലൻഡിൻ്റെ കണിക്കൊന്നയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ദേശീയ പുഷ്പം എന്താണ്? മുല്ല. ജപ്പാൻ്റെ ക്രിസാന്തിമമാണ്. തായ്ലൻഡിൻ്റെ കണിക്കൊന്നയാണ്. അടുത്തത് നമ്മുടെ ദേശീയ പക്ഷിയാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള പ്രശസ്തമായ മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചുലനൂർ. നമ്മുടെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലുള്ള പ്രശസ്തമായൊരു മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചുലനൂർ. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963 കുറച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ദേശീയ പക്ഷിയെ കൂടെ നമുക്ക് നോക്കാം. സ്പെയിനിൻ്റെ ദേശീയ പക്ഷി കഴുകനാണ്. സ്പെയിനിൻ്റെ ദേശീയ പക്ഷി കഴുകനാണ്. ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷി എമു ആണ്. ഭൂട്ടാൻ്റെ ദേശീയ പക്ഷി കാക്കയാണ്. ശ്രീലങ്കയുടെ ദേശീയ പക്ഷി കാട്ടുകോഴിയാണ്. പാകിസ്ഥാൻ്റെ ദേശീയ പക്ഷി തിത്തിരിപ്പക്ഷിയാണ്. നേപ്പാളിൻ്റെ ഹിമാലയൻ മൊണാളാണ്. ന്യൂസിലൻഡിൻ്റെ ദേശീയ പക്ഷി കിവിയാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ പക്ഷി വണ്ണാത്തിപ്പുള്ളും ആണ്. അടുത്തത് ദേശീയ വൃക്ഷമാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ശ്രദ്ധിക്കണം, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അരയാൽ അല്ല, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ തന്നെയാണ്. പേരാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കൻസ് ബംഗാളൻസിസ് എന്നതാണ്. പേരാലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഫൈക്കൻസ് ബംഗാളൻസിസ്.
ഇനി മറ്റു ചില രാജ്യങ്ങളുടെ ദേശീയ വൃക്ഷം, പാകിസ്ഥാൻ്റെ ദേശീയ വൃക്ഷം പഠിക്കാം, ദേവദാരുവാണ്. പാകിസ്ഥാൻ്റെ ദേശീയ വൃക്ഷം ദേവദാരുവാണ്. ഭൂട്ടാൻ്റെ ദേശീയ വൃക്ഷം ഹിമാലയൻ സൈപ്രസ് ആണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ വൃക്ഷം മാവാണ്. സൗദി അറേബ്യയുടെ ദേശീയ വൃക്ഷം ഈന്തപ്പനയുമാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ദേശീയ വൃക്ഷം ദേവദാരു, ഭൂട്ടാൻ്റെ ഹിമാലയൻ സൈപ്രസ്, ബംഗ്ലാദേശിൻ്റെ മാവ്, സൗദി അറേബ്യയുടെ ദേശീയ വൃക്ഷം ഈന്തപ്പന. അടുത്തത് ദേശീയ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാ നദിയാണ്. ഇനി നദീതീര പട്ടണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹഡ്സൺ. ന്യൂയോർക്ക് ഏത് നദിയുടെ തീരത്താണ്? ഹഡ്സൺ നദിയുടെ തീരത്താണ്. വാഷിങ്ടൺ പോട്ടോമാക് നദിയുടെ തീരത്താണ്. കെയ്റോ, ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ നൈൽ നദിയുടെ തീരത്താണ്. ലണ്ടൻ, ബ്രിട്ടൻ്റെ തലസ്ഥാനമാണ് ലണ്ടൻ. ലണ്ടൻ ഏത് നദീതീരത്താണ്? തെംസ് നദിയുടെ തീരത്താണ് ലണ്ടൻ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ബാഗ്ദാദ് ടൈഗ്രീസ് നദിയുടെ തീരത്താണ്. റോം ടൈബർ നദിയുടെ തീരത്തും ആണ്. ബെർലിൻ സ്പ്രീ നദിയുടെ തീരത്താണ്. കറാച്ചി സിന്ധു നദിയുടെ തീരത്താണ്. ലാഹോർ രവി നദിയുടെ തീരത്താണ്. പാരീസ്, ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസ് സെയിൻ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009. അപ്പോൾ ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2009. നമ്മൾ നേരത്തെ പഠിച്ചു. ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗാ നദിയെ പ്രഖ്യാപിച്ച വർഷം 2008 പഠിച്ചു. ഇപ്പോൾ ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009. അടുത്തത് ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയാണ്. ഇപ്പോൾ നമ്മുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആനയാണ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫൻ്റ മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ്. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫൻ്റ മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. ആനയെ ഇന്ത്യയുടെ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2010. അപ്പോൾ ആനയെ ഇന്ത്യയുടെ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ച വർഷം 2010. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ തുടർച്ചയാണ്. ദേശീയ നദിയായി ഗംഗാ നദിയെ പ്രഖ്യാപിച്ചത് 2008. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009. ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത് 2010. പ്രോജക്റ്റ് എലിഫൻ്റ് എന്ന പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1992. അപ്പോൾ പ്രോജക്റ്റ് എലിഫൻ്റ് എന്ന പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1992. അടുത്തത് നമ്മുടെ ദേശീയ കായിക വിനോദമാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. അപ്പോൾ നമ്മുടെ ദേശീയ കായിക വിനോദം എന്താണ്? ഹോക്കിയാണ്. ഹോക്കി മത്സരത്തിൽ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 11. അപ്പോൾ ഹോക്കി മത്സരത്തിൽ ഒരു ടീമിൽ 11 അംഗങ്ങളാണ് ഉണ്ടാവുക. ഹോക്കി മാത്രമല്ല, ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒരു ടീമിൽ 11 അംഗങ്ങളാണ് ഉണ്ടാവുക. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻചന്ദാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കായിക താരം ആരാണ്? ധ്യാൻചന്ദാണ്. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. നമ്മുടെ ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. ഈ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നതിന് കാരണം ഈ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടിരുന്ന ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അപ്പോൾ ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ്റെ കൂടി ദേശീയ കായിക വിനോദം ഹോക്കി തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ദേശീയ കായിക വിനോദം ഏതാണ്?
ഹോക്കിയാണ്. പ്രധാനപ്പെട്ട ഹോക്കി ടൂർണമെൻറ്റുകളാണ് ആഗാ ഖാൻ കപ്പ്, ബെയ്റ്റൺ കപ്പ്, ധ്യാൻചന്ദ് ട്രോഫി, രംഗസ്വാമി കപ്പ്. അപ്പോൾ പ്രധാന ഹോക്കി ടൂർണമെൻറ്റുകളാണ് ആഗാ ഖാൻ കപ്പ്, ബെയ്റ്റൺ കപ്പ്, ധ്യാൻചന്ദ് ട്രോഫി, രംഗസ്വാമി കപ്പ്. വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മറ്റൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.